നമസ്കാരം. ന്യൂസ് 18 ഇന്ത്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 60ലേറെ ദിവസം സമാധാനമായി മുന്നേറിയ കർഷക സമരം ഒടുവിൽ സംഘർഷവേദിയായി. റിപ്പബ്ലിക് ദിനത്തിലെ ട്രാക്ടർ റാലി അവസാനിച്ചത് അക്രമങ്ങളിൽ. സമരവേദികളിൽ നിറഞ്ഞു നിന്ന ഭിന്നത ഇതോടെ മറനീക്കി പുറത്തുവന്നു. അതിർത്തികളിലെ സമരവേദികൾക്ക് നേരെ അക്രമവും ഇതിനിടെ അരങ്ങേറി. സമാധാനത്തോടെ മുന്നേറിയ കർഷക സമരം ഒറ്റ ദിവസം കൊണ്ടാണ് മാറിമറിഞ്ഞത്. ഏറെ മുന്നേ പ്രഖ്യാപിച്ച റിപ്പബ്ലിക് ദിനത്തിലെ ട്രാക്ടർ റാലി അവസാനിച്ചത് ചെങ്കോട്ടയിലെയും ITOയിലെയും പരിസരങ്ങളിലെയും അക്രമങ്ങളിൽ. പോലീസ് നിർദ്ദേശിച്ച വഴികളിൽ നിന്ന് മാറി സഞ്ചരിച്ച കർഷകരുടെ പ്രതിഷേധം ചെന്ന് അവസാനിച്ചത് പോലീസുമായുള്ള സംഘർഷത്തിലാണ്. ഇത്ര നാളത്തെ കർഷക സമരത്തിന്റെ മുന്നേറ്റത്തെ പിന്നോട്ടടിച്ച സംഭവമായി ഈ അക്രമങ്ങൾ മാറി. സമാധാനത്തിന്റെ പാത കർഷകർ ഉപേക്ഷിച്ചെന്ന് ജനങ്ങൾക്കിടെ അഭിപ്രായം ഉടലെടുക്കാൻ ഇത് ഇടവരുത്തി. കർഷകരുടെ സമരം രാജ്യത്തിന്റെ ഹിതത്തിനെതിരാണെന്ന കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങൾക്ക് ശക്തി പകരുന്നതായി റിപ്പബ്ലിക് ദിനത്തിലെ സംഭവങ്ങൾ മാറി. പ്രതിപക്ഷ സംഘടനകൾ കർഷകരുടെ മറവിൽ കേന്ദ്ര സർക്കാരിനെതിരെ അക്രമങ്ങൾ അഴിച്ചുവിടുകയാണെന്ന ആരോപണം ശക്തമാക്കുകയാണ് BJP ചെയ്യുന്നത്. കർഷക സമരത്തിന് പിന്നിൽ ഖാലിസ്ഥാൻ തീവ്രവാദ ബന്ധവും ആരോപിക്കപ്പെടുന്നുണ്ട്. മേധാ പട്കർ, യോഗേന്ദ്ര യാദവ്, ഡോക്ടർ ദർശൻ പാൽ, രാകേഷ് ടിക്കായത്ത്, ഗുർനാം സിംഗ് ചദുനി, ജഗീന്ദ്ര ഉഗ്രഹ തുടങ്ങിയ നേതാക്കൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുക മാത്രമല്ല, ചുമത്തിയ 33 FIRകളിൽ ചിലതിൽ രാജ്യദ്രോഹ കുറ്റവും UAPAയും വരെയുണ്ട്. അക്രമങ്ങളുടെ മറവിൽ സമരത്തെ അടിച്ചൊതുക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നാണ് കർഷക സംഘടനകൾക്ക് പറയാനുള്ളത്. ഉത്തർപ്രദേശ് സർക്കാർ ഗാസിപൂരിലെ കർഷകരുടെ ടെന്റുകൾ പൊളിച്ചു നീക്കി. 15 മിനിറ്റിൽ സമരസ്ഥലം കാലിയാക്കണമെന്നാണ് പോലീസ് സമരക്കാരോട് നിർദ്ദേശിച്ചത്. ഇതിനോടൊപ്പം സമരസ്ഥലത്തേക്കുള്ള വൈദ്യുതിയും വെള്ള കണക്ഷനുമെല്ലാം യോഗി സർക്കാർ വിച്ഛേദിച്ചു. 62 दिन आप लोगों की मेहनत एकदम पानी कर दी गई. नहीं होगा. किसान देश के किसानों के साथ में धोखा है, ये नहीं होगा. धरने चलेंगे, यहीं चलेंगे धरने. यहाँ से ही बातचीत होगी. അക്രമങ്ങൾ സമരത്തെ ഇല്ലാതാക്കാനുള്ള ഗൂഢനീക്കങ്ങളുടെ ഭാഗമാണെന്നാണ് സംയുക്ത സമരസമിതിയുടെയും കർഷക സംഘടനകളുടെയും വാദം. സമരത്തിന്റെ കേന്ദ്രബിന്ദു ദീപ് സിദ്ധു എന്ന പഞ്ചാബി ഗായകനാണെന്നാണ് കർഷകരുടെ വാദം. ട്രാക്ടർ റാലിയിൽ പങ്കെടുക്കാൻ എത്തുന്നവർ വടികളുമായി എത്തണമെന്ന സിദ്ധു ആഹ്വാനം ചെയ്യുന്ന വീഡിയോകൾ ഇതിനോടകം വ്യാപകമായി കഴിഞ്ഞു. ദീപ് സിദ്ധു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബോളിവുഡ് താരവും MP-യുമായ സണ്ണി ഡിയോളിനും ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങളും ഇതിനോടകം പ്രചരിച്ചു. സിദ്ധുവുമായി ബന്ധമില്ലെന്ന് സണ്ണി ഡിയോൾ വ്യക്തമാക്കിയെങ്കിലും ഈ ചിത്രങ്ങൾ സിദ്ധുവിന്റെ BJP ബന്ധം വ്യക്തമാക്കുന്നുവെന്നാണ് കർഷക സംഘടനകൾ ആരോപിക്കുന്നത്. आंदोलन को तोड़ने के लिए BJP सरकार ने पूरी अपनी ताकत लगाई है और जो आदमी लाल किले पे चढ़ता है वो आदमी शाहजी के साथ उसको फोटो, शाहजी बोले तो शाहजी महाराज नहीं, हमारे जो होम मिनिस्टर है शाह, उनके घर में उसकी फोटो होती है, सोफा पे बैठ के फोटो लेते हैं और एक छोटा सा चिमटी भी वहाँ हमारे मोदी साहब के घर में नहीं घुसता. MP जाता ही नहीं, मिनिस्टर को भी कोई प्रवेश नहीं है. कैबिनेट जब होती है तो तब जब उनको अंदर बुलाएंगे तभी छोड़ेंगे. तो ऐसे वक्त उनके घर में वो भी ठहर के फोटो अगर लेते हैं तो आदमी या तो उनका MP का बहुत ही क्लोज आदमी हो सकता है या प्राइम मिनिस्टर का भी पहचानत का आदमी हो सकता है. ഇതിനെല്ലാം പുറമെയാണ് സമരം ചെയ്യുന്ന കർഷകർക്ക് നേരെ പ്രദേശവാസികളുടെ മറവിലുണ്ടാകുന്ന അക്രമങ്ങൾ. കഴിഞ്ഞ ദിവസം സിംഘു അതിർത്തിയിൽ പ്രദേശവാസികൾ സമരക്കാർക്ക് നേരെ കല്ലേറ് നടത്തി. സമരക്കാർ ഒഴിഞ്ഞു പോകണമെന്നും സമരത്തെ തുടർന്ന് സമാധാനം നഷ്ടമായെന്നും ആരോപിച്ച് തിക്രിയിലെ പ്രദേശവാസികൾ രംഗത്തെത്തിയതും അക്രമങ്ങൾക്ക് പിന്നാലെയാണ്.
എല്ലാ കോണുകളിൽ നിന്നും വീക്ഷിക്കുമ്പോഴും സമരത്തെ അടിച്ചൊതുക്കാനുള്ള ശ്രമങ്ങൾ വ്യക്തമാണ്. സമരത്തെ അധികനാൾ തുടരാൻ അനുവദിക്കില്ലെന്ന കേന്ദ്ര സർക്കാരിന്റെ നയം ഇതിലൂടെയെല്ലാം വ്യക്തമാകുന്നുവെന്നാണ് പ്രതിപക്ഷത്തിനും പറയാനുള്ളത്. Destroying the livelihoods of India's farmers. It is destroying the livelihoods of our labor, and it is going to give the middle class a shock in the coming times, because the prices of food are going to skyrocket. Now, what is being done to the farmers is absolutely criminal. You are beating them, you are threatening them, you are bullying them, you are trying to discredit them. The government needs to talk to the farmers. It needs to give a solution to the farmers. And the only solution, as I have said again and again and again, is repealing these laws and putting the laws into the waste paper basket. കർഷക നിയമങ്ങളെ വാനോളം പുകഴ്ത്തിയുള്ള രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തെ പ്രതിപക്ഷം ബഹിഷ്കരിച്ചതും ഇതിന്റെ ഭാഗമായാണ്. സമരത്തിനിടെയുണ്ടായ ആക്രമണത്തിന് പിന്നിൽ കർഷകരില്ലെന്ന് വ്യക്തമാക്കിയ പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിന് പുറത്ത് സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതിഷേധിച്ചു. എണ്ണക്കമ്പനികൾ ഇന്ധനവില ഓരോ ദിവസവും കൂട്ടുകയാണ്. പെട്രോൾ ഡീസൽ വിലകൾ റെക്കോർഡുകൾ സൃഷ്ടിച്ചാണ് മുന്നേറുന്നത്. വിലവർധനയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരുമ്പോൾ ഇതിന്റെ ബാധ്യത പേറുന്നത് സാധാരണ ജനങ്ങളാണ്. Together with an explanatory memorandum seeking to increase the special additional excise duty on petrol from 8 rupees per litre to 10 rupees per litre and diesel from rupees 2 per litre to rupees 4 per litre. ലോക്ക്ഡൌൺ കാലത്താണ് കേന്ദ്ര സർക്കാർ ഇന്ധനത്തിന്റെ എക്സൈസ് തീരുവ കൂട്ടിയത്. ജനങ്ങൾ ഒരിക്കലും ഇതിന്റെ ബാധ്യത വഹിക്കേണ്ടി വരില്ലെന്ന് പറഞ്ഞാണ് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിൽ നിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാർ തീരുവ വർദ്ധിപ്പിച്ചത്. എണ്ണക്കമ്പനികൾക്ക് ബാധ്യതയുണ്ടാകാതെ കേന്ദ്രത്തിന്റെ വരുമാനം നിലനിർത്തുകയായിരുന്നു അതിലൂടെ ലക്ഷ്യമിട്ടത്. 10 മാസങ്ങൾക്കിപ്പുറം അന്താരാഷ്ട്ര വിപണിയിൽ വീണ്ടും എണ്ണവില കുറഞ്ഞിരിക്കുമ്പോഴും ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില 100 കടക്കുകയാണ്. ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നതാകട്ടെ ജനങ്ങളും. പൗരന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് ഇന്ധനം. എത്ര വില കൂടിയാലും ഒഴിവാക്കാനാകാത്ത വസ്തുവായതിനാൽ ജനങ്ങൾ പ്രതികരിക്കാതെ വിൽക്കുന്ന വിലയ്ക്ക് ഇന്ധനം വാങ്ങുകയാണ്. ജനങ്ങൾ ബാധ്യത അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ കേന്ദ്രം പറയുന്നത് സംസ്ഥാന സർക്കാർ തീരുവ കുറയ്ക്കാനെന്നാണ്. സംസ്ഥാന സർക്കാർ എന്താ ചെയ്യുന്ന അക്കാര്യത്തിൽ? അല്ല, നികുതി രണ്ട് സർക്കാരുകളും തുല്യമായിട്ടാണ് നികുതി. സംസ്ഥാന സർക്കാർ അക്കാര്യത്തിൽ നികുതി കുറക്കാൻ തയ്യാറുണ്ടോ? തീരുമാനിക്കട്ടെ. എൻ്റെ സുഹൃത്തെ, അന്താരാഷ്ട്ര വിപണിയുടെ കണക്കെന്ന് പറയട്ടെ. അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിൻ്റെ വില ഇന്നലെ കൂടുന്നതും ഇന്ന് കുറയുന്നതും അനുസരിച്ചിട്ടല്ല ഇന്ന് നമ്മുടെ നാട്ടിലെ വില കുറയുന്നത്. അതിൻ്റെ കൂടെ പല ഘടകങ്ങളുണ്ട്. പെട്രോളിൻ്റെ വിലയുടെ പകുതിയോളം നികുതിയാണ്. ആ നികുതിയിൽ സംസ്ഥാനത്തും കേന്ദ്രത്തിൻ്റെയും സർക്കാരുകൾ ഈടാക്കുന്ന നികുതി ജനങ്ങൾക്ക് പല ആനുകൂല്യങ്ങളായിട്ട് ലഭിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് അങ്ങനെ ജനങ്ങൾക്ക് നേരിട്ട് വില കുറച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ നികുതി കുറച്ചാൽ മതി. കേന്ദ്രത്തിന്റെ ഈ നിലപാടിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്? ചരിത്രത്തിലെ ഏറ്റവും വലിയ വില എത്തി നിൽക്കുമ്പോൾ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും എത്ര രൂപ വീതം നികുതി കിട്ടുന്നു? 88 രൂപ 33 പൈസയ്ക്ക് പെട്രോൾ വിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന് കിട്ടുന്നത് 32 രൂപ 98 പൈസ, സംസ്ഥാന സർക്കാരിന് 22 രൂപ 97 പൈസ. 1 ലിറ്റർ പെട്രോൾ റിഫൈനറിയിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള വില 28 രൂപ 13 പൈസ. ചരക്ക് കൂലി 37 പൈസ കൂടി ചേരുമ്പോൾ 28 രൂപ 50 പൈസ. ഇതിലാണ് കേന്ദ്ര എക്സൈസ് നികുതിയായ 32 രൂപ 98 പൈസ കൂടി ചേരുന്നത്. വിൽപ്പനക്കാരനുള്ള കമ്മീഷൻ 3 രൂപ 67 പൈസ. എല്ലാ സംസ്ഥാനങ്ങളിലും ഇതേ നിരക്ക് തന്നെയാണ്. കേന്ദ്ര നികുതി വിഹിതത്തിൽ നിന്ന് എല്ലാ സംസ്ഥാനങ്ങൾക്കും കൂടി വീതിച്ചു നൽകുന്നത് 42%. കേന്ദ്ര നികുതിയായ 32 രൂപ 98 പൈസയിൽ 13 രൂപ 85 പൈസയാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി കിട്ടുന്നത്. കേന്ദ്രം നികുതി കുറച്ചാൽ സംസ്ഥാനങ്ങളുടെ നികുതിയിലും ആനുപാതികമായ കുറവ് വരും. കേന്ദ്രം തീരുവ കുറയ്ക്കുന്നതിലൂടെ ജനത്തിന് ലഭിക്കുന്നത് ഇരട്ടി ആശ്വാസമാണ്. സംസ്ഥാന സർക്കാർ നികുതി വേണ്ടെന്ന് വെച്ചാൽ ഉണ്ടാകുന്ന ആശ്വാസം നാമമാത്രമാണെന്നാണ് കേന്ദ്ര പെട്രോളിയം പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് സെല്ലിന്റെ ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതാണ് ഇന്ധനവിലയുടെ യഥാർത്ഥ ചിത്രം. അപ്പോൾ ആര് വില കുറയ്ക്കുന്നതാണ് ജനത്തിന് ഗുണകരം? ജനത്തിന് ബാധ്യതയാവില്ലെന്ന് പറഞ്ഞു കൂട്ടിയ എക്സൈസ് തീരുവ തന്നെ പിൻവലിച്ചാൽ ഉണ്ടാകുന്ന മാറ്റം വലുതാണ്. UPA സർക്കാരിനെതിരെ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP പ്രചാരണായുധമാക്കിയ ഇന്ധനവില വർധന ഇന്ത്യയിൽ 7 വർഷത്തിനേക്കാൾ രൂക്ഷമായ സ്ഥിതിയിലാണെന്നതും മറ്റൊരു നേർചിത്രമാണ്. മഞ്ഞുകൊണ്ടുള്ള വീട് അഥവാ ഇഗ്ലൂവിനെ കുറിച്ച് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്.
ഉത്തരധ്രുവത്തിലാണ് ഇത്തരം വീടുകൾ കൂടുതലായും കാണപ്പെടുന്നത്. ഇഗ്ലുവിന്റെ രൂപത്തിലുള്ള ഹോട്ടലുകളും കഫേകളും യൂറോപ്പിലൊക്കെ പ്രചാരം നേടിക്കഴിഞ്ഞു. ഇതാദ്യമായി ഇന്ത്യയിലും ഒരു ഇഗ്ലു കഫേ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായാണ് ഇഗ്ലുവിന് സമാനമായ രീതിയിൽ ഒരു കഫേ നിർമ്മിക്കുന്നത്. ഏറ്റവും കൂടുതൽ തണുപ്പും മഞ്ഞുവീഴ്ചയുമുള്ള ജമ്മു കാശ്മീരിലാണ് ഈ ഇഗ്ലു കഫേ. ഇഗ്ലു കഫേ എന്ന് തന്നെയാണ് ഇതിന്റെ പേര്. ഗുൽമാർഗിലാണ് കഫേ തുടങ്ങിയത്. മഞ്ഞുകൊണ്ടുള്ള കഫേയിൽ ഇരിക്കുന്നത് ഇരിപ്പിടങ്ങളിൽ ആട്ടിൻതോൽ വിരിച്ചാണ്. കഫേക്കുള്ളിലെ മേശകളും ഇരിപ്പിടങ്ങളും ഒക്കെ നിർമ്മിച്ചത് ഐസും മഞ്ഞും ഉപയോഗിച്ചാണ്. 22 അടി വ്യാസവും 12.5 അടി പൊക്കവുമുണ്ട് ഇഗ്ലുവിന്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഇഗ്ലു കഫേയാണിത്. ഹോട്ടൽ ഗ്രൂപ്പായ കൊലഹായയാണ് ഈ കഫേ തുടങ്ങിയത്. കഫേ തുറന്നതേയുള്ളൂവെങ്കിലും തിരക്ക് അതിഭയങ്കരമാണ്. മുൻകൂട്ടി ബുക്ക് ചെയ്ത് വേണം കഫേയിലെത്താൻ. इग्लो का जो आइडिया है ये तो इंडिया में नया कॉन्सेप्ट है. बाहर जो फिनलैंड, स्विट्जरलैंड है, नॉर्वे में वहाँ तो बनता आया है और वहाँ पर टेस्ट भी किया हुआ, ये अच्छा भी रहता है. लेकिन इंडिया में ये नया है और एशिया का ये सबसे लार्जेस्ट इग्लो बना हुआ है जो हमने बनाया है. इसमें हमें ऑलमोस्ट 20 डेज लगे हैं. 15 लेबर 2 शिफ्ट में काम करके हमने ये तैयार किया हुआ है. 20 അംഗ സംഘം 2 ഷിഫ്റ്റുകളിലായി ജോലി ചെയ്ത് 15 ദിവസം കൊണ്ടാണ് കഫേ നിർമ്മിച്ചത്. സ്വിറ്റ്സർലൻഡിലെ സെർമാറ്റിലുള്ള ഇഗ്ലു കഫേയാണ് ഇതിന് പിന്നിലെ പ്രേരണ. ഈ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. കുട്ടികൾക്ക് രാവിലെ 6 മുതൽ 9 വരെയും മുതിർന്നവർക്ക് വൈകിട്ട് 6 മുതൽ 8 വരെയുമാണ് ക്ലാസ്. പഴയ 7ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമാണ് നന്ദയ്ക്കുള്ളതെങ്കിലും ജീവിതത്തിൽ നിന്ന് അല്ലാതെ ആർജിച്ച വിവരങ്ങളും അദ്ദേഹം എല്ലാവർക്കും പകർന്നു നൽകുകയാണ്. നന്ദ പ്രസ്തിയുടെ പ്രവർത്തനങ്ങൾ ഇന്ന് ദേശീയ തലത്തിൽ വരെ ശ്രദ്ധ നേടി. ഒടുവിൽ അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാർ പത്മശ്രീ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. और वो निरंतर बच्चों के साथ लगे रहते हैं. 3 से 6 साल की उम्र के बच्चों के साथ वो लगे रहते हैं और बिना शुल्क उनसे कुछ पैसा ही नहीं लेते हैं. और बहुत सालों से 70 सालों से ये काम वो कर रहे हैं. और आज मुझे गर्व महसूस हुआ कि हमारे अंचल के नंदकिशोर पृष्टि को ये अवार्ड मिल रहा है. അദ്ദേഹത്തിന്റെ ഈ പുരസ്കാര ലബ്ധിയിൽ വീട്ടുകാർക്കൊപ്പം നാട്ടുകാരും സന്തോഷത്തിലാണ്. ഭൂതങ്ങളും പ്രേതങ്ങളും ജീവിക്കുന്ന കോട്ടകളെയും ഗുഹകളെയും കുറിച്ച് കഥകളിൽ വായിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നും പ്രേതങ്ങളും ഭൂതങ്ങളും വസിക്കുന്നുവെന്ന് ജനം വിശ്വസിക്കുന്ന ഒരു കോട്ടയുണ്ട് ഇന്ത്യയിൽ. രാജസ്ഥാനിലെ ഭാൻഗഡാണ് ആ കോട്ട. രാജസ്ഥാനിലെ ആൾവാർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ് ഭാൻഗഡ് കോട്ട. ഇന്ത്യയിലെ ഏറ്റവും ഭൂതബാധ ഇവിടുത്തെ ഭൂതപ്രേതങ്ങളുടെ സാന്നിധ്യമാണ്.
കഥകൾ പലതുണ്ട്. ഇതിലേറെ പ്രശസ്തം ഭാൻഗഡ് രാജകുമാരി രത്നാവതിയുമായി ബന്ധപ്പെടുത്തിയുള്ള കഥയാണ്. രാജകുമാരിയെ ഒരു ദുർമന്ത്രവാദി പ്രണയിച്ചിരുന്നു. ഒരിക്കൽ രാജകുമാരിയെ മയക്കാൻ മന്ത്രവാദി ഒരു മരുന്ന് രാജകുമാരിക്ക് നൽകി. എന്നാൽ ചതി മനസ്സിലാക്കിയ രാജകുമാരി മരുന്ന് കൊണ്ടുവന്ന പാത്രം ഒരു പാറയിലേക്ക് എറിഞ്ഞു. ആ പാറ ഉരുണ്ട് മന്ത്രവാദിയുടെ ദേഹത്ത് വീണു. മരണത്തിന്റെ വക്കിലെത്തിയ മന്ത്രവാദി രാജകുമാരിയും കുടുംബവും നശിക്കുന്നതിനായി മന്ത്രം ജപിച്ചു. ഇതിനു പിന്നാലെ കോട്ടയ്ക്ക് നേരെ ആക്രമണമുണ്ടായെന്നും രാജകുമാരിയടക്കം എല്ലാവരും കൊല്ലപ്പെട്ടു എന്നുമാണ് ആ കഥ. അതിനുശേഷം ആർക്കും കോട്ടയ്ക്കുള്ളിൽ താമസിക്കാനായിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും പുരാതനവും വികസിതവുമായ നാഗരിക സംവിധാനമായിരുന്നു സിന്ധു നദീതട സംസ്കാരത്തിലേത്. ഹാരപ്പ, മോഹൻജദാരോ തുടങ്ങി സിന്ധു സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾ മിക്കവയും ഇന്ന് പാകിസ്ഥാനിലാണ്. എന്നാൽ അവയിൽ ചിലത് ഇന്ത്യയിലുണ്ട്. അതിലൊന്നാണ് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലെ ധോലാവീര. തീരോമതാബാദിൽ നിന്ന് ഏകദേശം എന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് 18 ഇന്ത്യയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.